നമസ്കാരം കൂട്ടുകാരെ, കോൾ മീ ബേയുടെ കഥ പറയുന്ന 6ാമത്തെ എപ്പിസോഡാണിത്. മുൻഭാഗങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. കഥ തുടരുകയാണ്. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾക്ക് ശേഷം പ്രിൻസ് ആകെ അസ്വസ്ഥനായി കാണപ്പെട്ടിരുന്നു. രാത്രി പുറത്തേക്ക് പോയിരുന്ന പ്രിൻസ് അന്ന് രാത്രി വന്നിരുന്നേയില്ല. ടമാറ പ്രിൻസിനടുത്ത് വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന മട്ടിൽ കാര്യങ്ങൾ തിരക്കി. പ്രിൻസ് അസ്വസ്ഥനാണ് എന്നത് പ്രകടമായിരുന്നെങ്കിലും ഇല്ലെന്ന് പ്രിൻസ് പറഞ്ഞു. ടമാറയ്ക്കായി അവൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്മൂത്തി അവൻ കൈമാറുകയും ചെയ്തു. ഇതേസമയം ബേയും സൈറ അലിയും ആരാണ് അനാമിക എന്ന റിസർച്ചിൽ വീണ്ടും സംസാരിക്കുകയാണ്. നെയ്ന കണ്ണയിലേക്ക് ഒക്കെ ലീഡ് ചെയ്യുന്ന എന്ന മട്ടിൽ ബേ പറഞ്ഞെങ്കിലും ബാക്കിയുള്ളവരും ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല എന്നായിരുന്നു സൈറയുടെ അഭിപ്രായം. ഈ സമയത്തൊക്കെ പ്രിൻസിന്റെ ഉടക്ക് സംസാരമൊക്കെ ബേ ശ്രദ്ധിക്കുന്നുമുണ്ട്. പ്രിൻസ് നിനക്കെന്താ പറ്റിയേ എന്ന് ചോദിച്ച് ബേ അടുത്തു ചെന്നെങ്കിലും പ്രിൻസ് ചെറിയൊരു ദേഷ്യത്തോടെയായിരുന്നു ബേയോട് പെരുമാറിയത്. അവളോട് കാര്യമായി സംസാരിക്കാനും പ്രിൻസ് കൂട്ടാക്കിയില്ല. വീണ്ടും ബേയും ടമാറയും സൈറയും കൂടി ആരാണ് അനാമിക എന്നതിന്റെ റിസർച്ച് പുനരാരംഭിച്ചു. പെട്ടെന്നാണ് ബേയുടെ കണ്ണിൽ ഒന്നുപെട്ടത്. അനാമികയുടെ വീഡിയോയിൽ പിന്നിൽ ഒരു ചെയറുണ്ട്. ആ ചെയറിനുമേൽ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. ആ ജാക്കറ്റ് കണ്ടതും മനീഷിന്റെ എക്സ്ക്ലൂസീവ് ഡിസൈൻസിൽപ്പെട്ട ലിമിറ്റഡ് എഡിഷൻ ജാക്കറ്റ്സിൽ ഒന്നാണത് എന്ന് ബേ തിരിച്ചറിഞ്ഞു. ആകെ 9 എണ്ണമേ മനീഷ് അത് പുറത്തിറക്കിയിട്ടുള്ളൂ. അങ്ങനാണെങ്കിൽ ആ ലിസ്റ്റ് കിട്ടിയാൽ അനാമിക ആരെന്ന് ഈസിയായി കണ്ടുപിടിക്കാം എന്നായിരുന്നു ബേ പറഞ്ഞത്. പക്ഷെ ആ ലിസ്റ്റ് കിട്ടാൻ എന്തു ചെയ്യും എന്നൊരു ചോദ്യം ഉടലെടുത്തു. ഉടൻ ബേ തന്റെ അമ്മയെപ്പറ്റി ഓർത്തു. മനീഷിന്റെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് അമ്മയുടെ 2ാം വീട് പോലെയാണ്. മനീഷുമായി അടുത്ത ബന്ധമാണ് ബേയുടെ അമ്മയ്ക്കുള്ളത്. അമ്മ വിചാരിച്ചാൽ ആ ലിസ്റ്റ് കിട്ടും. പക്ഷേ ബേയുടെ ഫോൺ കോൾ അമ്മ അറ്റൻഡ് ചെയ്തിട്ട് നാളുകളായി. ബേ വിളിച്ചാൽ അമ്മ കോൾ എടുക്കാറേയില്ല. എന്ത് ചെയ്യുമെന്ന തരത്തിൽ നിൽക്കുമ്പോ അങ്ങനാണെ ഞങ്ങളുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ബേക്ക് കൊടുക്കാം എന്ന് സൈറ പറഞ്ഞു. സൈറയുടെ ഫോണിൽ നിന്ന് ബേയുടെ അമ്മയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന മെസ്സേജ് ആയിരുന്നു വന്നത്. ഏയ്, ഇത് അമ്മയൊന്നുമല്ല എന്ന് ബേ പറയുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് ടമാറയ്ക്ക് അതിലൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തിരുന്നു. സ്വിച്ച് ഓഫ് മെസ്സേജ് പറഞ്ഞത് മറാഠിയിലാണ്. അതായത് ബേയുടെ അമ്മ അപ്പോൾ മഹാരാഷ്ട്രയിൽ അതേ നഗരത്തിലുണ്ടാകാം. ഉടനത് ഏതു മാസമാണ് എന്ന് ബേ ചിന്തിച്ചു. ഫെബ്രുവരിയാണ്. ഡേറ്റ് കൂടി അറിഞ്ഞതോടെ ബേക്ക് കാര്യം വ്യക്തമായി. ഇന്ത്യൻ ഡെർബി ഫെസ്റ്റിവൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുതിരപ്പന്തയം നടക്കുന്ന ദിവസം. അതിനായി അമ്മ അവിടെ എത്തിയിരിക്കും എന്ന് ബേ മനസ്സിലാക്കുകയാണ്. നേരിട്ട് പോയി അമ്മയെ കാണാൻ അതോടെ ബേ തീരുമാനിച്ചു. സൈറയും മോറൽ സപ്പോർട്ടിന് ബേയുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. നീ ബെറ്റിങ്ങിന് വരുന്നൊന്നുമല്ലല്ലോ എന്ന് ബേ ചോദിച്ചെങ്കിലും അല്ലെന്നും ബേക്ക് സപ്പോർട്ടിന് വരുന്നതാ എന്നുമൊക്കെ സൈറ പറഞ്ഞു വെച്ചു. അങ്ങനെ ഡെർബി ഡേയുടെ ദിവസം ബേയും സൈറയും കൂടി മത്സരം നടക്കുന്ന ഇടത്തേക്ക് ചെന്നു. എത്തിയപാടെ അമ്മയെ കണ്ടുപിടിക്കാൻ ബേയോട് പറഞ്ഞ് സൈറ നൈസായിട്ട് അവിടെ നിന്ന് പന്തയം വെക്കുന്നിടത്തേക്ക് പോയി. ചൂതുകളിയും ബെറ്റിങ്ങും ഒക്കെ വരുന്നിടത്ത് സൈറയ്ക്ക് സ്വയം കൺട്രോൾ ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല. ബേ ആണെങ്കിൽ കാണികൾക്കിടയിൽ ഇരിക്കുന്ന തന്റെ അമ്മയെ കണ്ടു. അമ്മയും ബേയെ കാണുന്നുണ്ടായിരുന്നു. ബേയെ കണ്ടതോടെ ചൗധരി സർനാൽ പ്രശ്നമാകും എന്ന് വിചാരിച്ച് ബേയുടെ അമ്മ അവിടെ നിന്ന് മുങ്ങാൻ നോക്കിയെങ്കിലും ബേ അമ്മയെ പിടിച്ചു നിർത്തി. ചൗധരികളെ പേടിച്ച് അമ്മ ബേയെ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും താൻ അമ്മയുടെ മോളാണെന്ന് ഇവിടെ വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞ് ബേ ഭീഷണിപ്പെടുത്തിയതോടെ അമ്മയ്ക്ക് ബേക്ക് വഴങ്ങേണ്ടി വന്നു. പക്ഷേ എന്നിരുന്നാലും പബ്ലിക്കായി എവിടെ വെച്ചും സംസാരിക്കാൻ പറ്റില്ലെന്നും വല്ല ന്യൂക്ലിയർ ബങ്കർ ഉണ്ടെങ്കിൽ അതുപോലെ ഇടമുണ്ടേ മാത്രമേ സംസാരിക്കാൻ പറ്റൂ എന്നുമായിരുന്നു അമ്മ പറഞ്ഞത്. പിന്നാലെ അതുപോലെ ഇടമുണ്ട് എന്ന് പറഞ്ഞ ബേ സപ്പോർട്ടിന് സൈറയെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ സൈറയാണെങ്കിൽ ബെറ്റിംഗ് വെക്കുന്നിടത്തായിരുന്നു. സൈറ ഫോൺ അറ്റൻഡ് ചെയ്തതുമില്ല. അവിടെ കൂടുതൽ നേരം നിന്ന പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് അമ്മ തന്നെ ബേയെ വിളിച്ചു പോവുകയാണ്. അമ്മയുമായി ബേ നേരെ പോന്നത് നീലബേയെ കൊണ്ടുപോയ ഒറ്റപ്പെട്ട ആ കടൽ തീരത്തേക്കായിരുന്നു. ചെന്നപാടെ ഒരു ലോക്കലായി മാറിയിരുന്ന ബേ പാവുബാജി കടയിൽ നിന്നും പാവുബാജി ഓർഡർ ചെയ്തു. അതൊക്കെ കണ്ട് അവളുടെ അമ്മ തന്നെ ഞെട്ടുന്നുണ്ട്. അവളുടെ അമ്മയ്ക്ക് ആയിടമൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ അമ്മ എന്താ അവൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് മനീഷിനോട് സംസാരിക്കണം എന്നായിരുന്നു ബേയുടെ മറുപടി. ആ, നിന്റെ വസ്ത്രം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പറഞ്ഞോ, നിനക്ക് എന്തൊക്കെയാ വേണ്ടേ എന്ന തരത്തിൽ അമ്മ ചോദിച്ചതും തനിക്ക് അതൊന്നുമല്ല വേണ്ടത് എന്ന് പറഞ്ഞ ബേ തനിക്ക് ആവശ്യമുള്ള കാര്യം അമ്മയെ അറിയിച്ചു. പക്ഷേ മനീഷിന്റെ എക്സ്ക്ലൂസീവ് ഡിസൈൻസിന്റെ കാര്യം അതിന്റെ ബയേഴ്സ് ലിസ്റ്റ് ചോദിക്കാനോ എന്ന് പറഞ്ഞ് അമ്മ ബേയെ പുച്ഛിച്ചു തള്ളി. പക്ഷേ ബേ പറഞ്ഞു, അമ്മയ്ക്ക് അറിയാലോ ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. അമ്മ സഹായിക്കണം. ഞാനിപ്പോ എന്റെ ലൈഫിന്റെ പർപ്പസ് കണ്ടെത്തി. നിനക്ക് ഞാനൊരു പർപ്പസ് തന്നിരുന്നു ബേ. അഗസ്ത്യ, അത് അമ്മയുടെ പർപ്പസ് ആയിരുന്നു, എന്റേതായിരുന്നില്ല. എനിക്കെന്നൊന്നും എന്തു വേണോന്ന് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിച്ചു. പക്ഷേ നിനക്ക് വേണ്ടി നല്ലതല്ലേ ഞാൻ കണ്ടെത്തിയേ. അമ്മ ഏറ്റവും എളുപ്പമുള്ള വഴിയെ കണ്ടെത്തിയേ. എപ്പോഴും അതാ ചെയ്യുന്നേ. നഗരത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയെ വിവാഹം കഴിക്കും. നീ അത് വിട്ടേ. എന്റെ സ്ട്രഗിൾസിനെ പറ്റി നിനക്കൊരു ഐഡിയയുമില്ല. അമ്മയ്ക്കും എന്റെ സ്ട്രഗിൾസിനെ പറ്റി ഒരൈഡിയയുമില്ല. അമ്മ ചെറിയോടെ തന്റെ ലൈഫിൽ ആരോടും പറയാത്ത സത്യങ്ങൾ ബേയോട് പറഞ്ഞു. എല്ലാവരും വിചാരിച്ചിരുന്ന പോലെ അമ്മയുടെ അച്ഛനൊരു പോലീസ് ഓഫീസറൊന്നുമല്ല. സാഗർ എന്ന ഒരു ചെറുപട്ടണ
പട്ടണത്തിലെ വെറുമൊരു ബാങ്ക് ക്ലർക്കായിരുന്നു. 3 സഹോദരിമാർ. അവർക്കിടയിൽ നിന്നാണ് അമ്മ നഗരത്തിൽ വന്ന് സിനിമയിൽ അഭിനയിക്കുന്നത്. അങ്ങനാണ് ബേയുടെ അച്ഛൻ അവളുടെ അമ്മയെ കണ്ട് ഇൻട്രസ്റ്റഡ് ആകുന്നതും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും. ബേയുടെ അച്ഛന്റെ പാരന്റ്സിനെ വിശ്വസിപ്പിക്കാൻ അവർക്ക് ഫേക്ക് സ്റ്റോറി വരെ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്മ അപ്പോ വീട് വിട്ടു വന്നതാണല്ലേ, അമ്മയ്ക്കിപ്പോ എന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ ബെല്ല, എനിക്ക് നിന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നേ, നിന്റെ ഈ പർപ്പസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോൾ വലിയ ബ്യൂട്ടി ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ലൈഫിൽ പ്രാക്ടിക്കൽ ആവണം. പ്രാക്ടിക്കൽ ആവുന്നതൊന്നും എന്റെ വിഷയമല്ല മമ്മ. എനിക്ക് മമ്മയെപ്പോലെ ഇമോഷൻസിനെ പേടിയില്ല. ബേയുടെ ആ സംസാരം മമ്മിയെ ഹർട്ട് ചെയ്തു. ബെല്ലയ്ക്കും ദേഷ്യം വന്നിരുന്നു. സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ബെല്ല അവിടെ നിന്ന് പോന്നു. മറുവശത്ത് സൈറ തിരികെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ബേയെ വിട്ടിട്ട് സൈറ ബെറ്റിംഗ് ചെയ്യാൻ പോയി എന്നത് ടമാറയെ ഞെട്ടിക്കുന്നതായിരുന്നു. സൈറയ്ക്കാണെങ്കിൽ തിരികെ വന്നപ്പോ കുറ്റബോധവുമുണ്ട്. ബേ വരുമ്പോ എന്തു പറയും എന്നവൾക്കൊരു പിടിയുമുണ്ടായിരുന്നില്ല. കൃത്യം അപ്പോഴാണ് ബേ കടന്നു വരുന്നത്. എല്ലാം കൊണ്ടും ബേ ദേഷ്യത്തിലായിരുന്നു. സൈറ ബേയോട് സോറി പറഞ്ഞൊക്കെ നോക്കിയെങ്കിലും ബേ സൈറയോട് അകലം കാട്ടി. അവളോട് മിണ്ടിയതുപോലുമില്ല. പിറ്റേന്ന് ഓഫീസിൽ ഹാർലിൻ ബേയെ ക്യാബിനിലേക്ക് വിളിച്ചിരുന്നു. ഇന്ന് രാത്രിയാണ് അവാർഡുള്ളത്. എസ്എസിന്റെ സ്പീച്ച് ഡബിൾ ചെക്ക് ചെയ്തില്ലേ എന്ന് ബേയോട് ഹാർലിൻ ചോദിച്ചു. ഒക്കെ റെഡിയാക്കിയെന്ന് ബേ മറുപടി പറഞ്ഞു. പിന്നാലെ ഹാർലിൻ ബേയോട് അന്ന് സ്റ്റുഡിയോയിൽ അങ്ങനെ തൂക്കിയിട്ടപ്പോ ബുദ്ധിമുട്ടായോ എന്ന് ഹാർലിൻ തിരക്കി. കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് ബേ പറഞ്ഞു. ഹാർലിൻ അത് ചോദിച്ചതിൽ സന്തോഷവും പ്രകടിപ്പിച്ചു. പിന്നാലെ എസ്എസിന്റെ ഫോട്ടോസ്, ചൈൽഡ്ഹുഡ് ഫോട്ടോസ് താൻ നോക്കിയിട്ട് കൃത്യമായി കിട്ടിയില്ലെന്നും അത് നോക്കിക്കോട്ടെ എന്നും ഹാർലിനോട് ചോദിച്ചെങ്കിലും അപ്പോഴാണ് അവിടുത്തെ കമ്പ്യൂട്ടറിൽ സെന്റോറസിന്റെ മെസ്സേജുകൾ വീണ്ടും വന്നത്. ഹാർലിൻ അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ബേ സംശയത്തോടെ അത് നോക്കി നിൽക്കെ പെട്ടെന്ന് ബേയുടെ ഫോണിലേക്ക് അമ്മയുടെ മെസ്സേജ് വന്നു. നിനക്കായി ഒരു പാക്കേജ് താഴെയുണ്ട് എന്നായിരുന്നു അത്. ബേ ഉടനടി നേരെ താഴേക്ക് ചെന്നു. പാക്കേജ് സ്വീകരിച്ച് തുറന്നു നോക്കി. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു ഡ്രസ്സായിരുന്നു. അത് കണ്ട് ബേ നിരാശപ്പെട്ട് നിൽക്കെ ആ കൂട്ടത്തിൽ ഒരു ലിസ്റ്റുമുള്ളത് ബേ കണ്ടു. മനീഷിന്റെ ബയ്യേഴ്സ് ലിസ്റ്റ് ആയിരുന്നു അത്. ആ ലിസ്റ്റിൽ നൈന കന്നയുണ്ടായിരുന്നു. കൂട്ടത്തിൽ മധുലകി എന്ന മറ്റൊരു നടിയുമുണ്ട്. ടമാറ അത് ചൂണ്ടിക്കാണിച്ചപ്പോ മൊത്തത്തിൽ നോക്കുമ്പോ എല്ലാ ബോക്സിലും ഇപ്പോൾ ടിക്ക് വീണിരിക്കുന്നത് നൈന കന്നയുടേതല്ലേ എന്നായിരുന്നു ബേയുടെ ചോദ്യം. നൈന ഇപ്പോൾ ഉള്ളത് ലോണാവാലയിലെ സൈലന്റ് റിട്രീറ്റിലാണ്. അങ്ങോട്ടേക്ക് പോയി കാര്യങ്ങൾ കണ്ടെത്തണം എന്ന് ടമാറ പറഞ്ഞപ്പോ ബേ INA അവാർഡ്സിന്റെ കാര്യം ഓർത്തു. നീലിനൊപ്പം വൈകിട്ട് അവിടെ പോവാമെന്ന് ബേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ബേക്ക് അതുകൊണ്ട് ലോണാവാലയിലേക്ക് പോവാൻ പറ്റില്ല. പക്ഷെ ടമാറ പറഞ്ഞു, അതിനെന്താ, ഞാൻ പൊക്കോളാം. അവിടെ എത്തി നൈന കന്നയാണ് അനാമികയെങ്കിൽ അത് തന്നെ അറിയിക്കണേ എന്ന് ബേ പറയുകയും ചെയ്തു. ഉടനടി ടമാറ സൈറയെ വിളിച്ചു. അവരിരുവരും ഒന്നിച്ചാണ് ലോണാവാലയിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുത്തത്. ഇതേ സമയം എസ്എസിന്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് എടുക്കാൻ ഹാർലിൻ എസ്എസിന്റെ വീട്ടിലെത്തിയിരുന്നു. ആ കുടുംബവുമായി ഏറെ അടുപ്പമുള്ള ഹാർലിൻ സന്തോഷത്തോടെ അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെയിരുന്നു. അപ്പോഴാണ് വിവാഹത്തിന്റെ കാര്യം അവിടുത്തെ അമ്മ പറയുന്നത് ഹാർലിൻ കേട്ടത്. അവിടെ ഉണ്ടായിരുന്ന എസ്എസിന്റെ സഹോദരിയോട് അവളുടെ വിവാഹമാണോ എന്ന മട്ടില് ഹാർലിൻ തിരക്കിയപ്പോ എസ്എസിന്റേതാണ് എന്ന മട്ടിൽ അവൾ മറുപടി പറഞ്ഞു. അത് കേട്ടതും ഹാർലിൻ വല്ലാതെ ദുഃഖിതയായി. എസ്എസ് ഹാർലിനെ പ്രണയത്തിന്റെ പേരിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നിലവിലിപ്പോൾ മറ്റൊരു വിവാഹത്തിലേക്ക് എസ്എസ് പോകുന്നു എന്നത് ഹാർലിനെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു. അത് മനസ്സിലായ എസ്എസിന്റെ സഹോദരി താൻ ചേട്ടനോട് സംസാരിക്കണോ എന്ന് ഹാർലിനോട് ചോദിച്ചു. കണ്ണീരോടെ വേണ്ടെന്ന് പറഞ്ഞ ഹാർലിൻ ഇതെനിക്കും അവനുമിടയിൽ മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. INA അവാർഡ്സിന് പോവാൻ ബേ ഒരുങ്ങിക്കൊണ്ടിരിക്കെ പ്രിൻസ് അങ്ങോട്ടേക്ക് വന്നു. ബേയെ കണ്ടതും പ്രിൻസ് തിരികെ പോവാൻ തുടങ്ങിയെങ്കിലും പ്രിൻസിനെ വിളിച്ച് ബേ അടുത്തിരുത്തി. അവനോട് തന്റെ മനസ്സിലെ കാര്യം ബേ തുറന്നു പറഞ്ഞു. പ്രിൻസിനോട് തന്റെ ഉള്ളിൽ പ്രണയമൊന്നുമില്ലെന്ന സത്യം പ്രിൻസും തിരികെ പറഞ്ഞു. ഞാനും അത് തിരിച്ചറിഞ്ഞു. എനിക്കും നിന്നോട് പ്രണയമൊന്നുമല്ല. കാരണം നീല നിന്നെ കിസ് ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായുള്ളൂ. അതിലും നിനക്കെങ്ങനെ ഫീൽ ചെയ്യ? അവൻ എന്നെയല്ലേ കിസ് ചെയ്തേ? അങ്ങനല്ല, എനിക്ക് വിഷമമൊന്നും വന്നില്ലാന്ന്. എനിക്ക് തോന്നുന്നത് എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന്, അതും വല്ലാതെ ഇഷ്ടമാണെന്ന്. പക്ഷെ അപ്പോഴും എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്നു. എന്തിനു ബുദ്ധിമുട്ട്? ഞാൻ കാരണമല്ലേ നീ ഈ അവസ്ഥയിലെത്തിയത്. ഞാനില്ലായിരുന്നേ നീ ഇപ്പോഴും ആ ചൗധരി മാൻഷനില് ഒരു രാജകുമാരിയെ പോലെ ജീവിച്ചേനെ. പക്ഷേ ബേ അതിനെ എതിർത്തു പറഞ്ഞു. ഇപ്പോൾ സംഭവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന തരത്തിൽ ബേ പ്രിൻസിനെ കൺവിൻസ് ചെയ്തു. എന്റെ കൂടെ സമ്മതത്തോടെയല്ലേ ഒക്കെയും നടന്നത്, നീ നിന്നെ അതിന് ബ്ലെയിം ചെയ്യണ്ട എന്നും ബേ പറഞ്ഞു. പക്ഷേ പ്രിൻസിന് അപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രിൻസ് ചോദിച്ചു, നിന്നെ തിരക്കിയ ഞാനിങ്ങോട്ട് വന്നേ, എന്നിട്ടിപ്പോ ഞാൻ വേറൊരാളോട് ഇഷ്ടത്തിലായി. ഞാൻ ഇത്രയ്ക്ക് ക്യാരക്ടർലെസ് ആണല്ലേ എന്റെ പ്രിൻസെ? നിന്നെപ്പോലെ ഒരാൾ കാത്തിരുന്നാ പോലും കിട്ടില്ല. അതൊക്കെ പോട്ടെ, നീ ഇത് പറ, ബേയേക്കാളും നല്ലതായിട്ട് നീ ആരെ കണ്ടെത്തിയേ? ബ്ലഷ് ചെയ്ത് പ്രിൻസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നോക്കി. ബേ പക്ഷെ പിടിച്ചു നിർത്തി. ആരാണെന്നറിയുവാൻ വീണ്ടും ചോദിച്ചു. പ്രിൻസ് ഫോൺ എടുത്ത് കാട്ടി. ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക, എങ്ങനാ പോകുന്നെന്ന് നോക്കാം എന്നായിരുന്നു പ്രിൻസ് പറഞ്ഞത്. ഫോണിൽ ടമാറയുടെ പേരും ഒരു മെസ്സേജും ഉണ്ടായിരുന്നു. അത് കണ്ട് ബേക്ക് വലിയ സന്തോഷം തന്നെ തോന്നി. അന്ന് ടമാറ അയച്ച മെസ്സേജിന് ബേ ആയിരുന്നു തിരികെ ടമ്മു എന്നവളെ
അഭിസംബോധന ചെയ്ത് പ്രിൻസിന് വേണ്ടി മെസ്സേജ് അയച്ചത്. ആ മെസ്സേജ് കണ്ടതും പ്രിൻസിനെ ഇഷ്ടമായ ടമാറയ്ക്കും ഒരു ബ്ലഷിംഗ് വരുന്നുണ്ട്. സൈറ അതൊക്കെ നോക്കിക്കണ്ട് ടമാറയെ ചെറുതായി കളിയാക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ടായിരുന്നു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ സൈറയും ടമാറയും ലോണാവാലയിലെ സൈലന്റ് റിട്രീറ്റിലേക്ക് എത്തി. യോഗയും മറ്റും അഭ്യസിക്കുന്ന വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരിടമായിരുന്നു അത്. അവരുടെ ആയിടത്തിന്റെ പ്രൊമോഷൻ ചെയ്യാമെന്ന ടിവിക്കാരെ പോലെ അവർ സ്വയം അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യം അവരെ പ്രവേശിപ്പിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും കുറെ നമ്പറുകളൊക്കെ അവർ ഇറക്കിയപ്പോ ഫോണൊക്കെ പിടിച്ചുവെച്ച ശേഷം അവരെ അകത്തേക്ക് വിടാൻ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് സമ്മതിക്കുകയാണ്. അങ്ങനെ നൈനാഗന്ന യോഗ പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക് സൈറയും ടമാറയും വന്നെത്തി. പേപ്പറിലെഴുതി നൈനയ്ക്ക് ഇട്ടുകൊടുത്ത് നൈനയാണോ അനാമിക എന്ന കാര്യം അറിയുവാൻ അവർ ശ്രമിച്ചു. പക്ഷെ ഒന്നും മനസ്സിലാവാത്ത പോലായിരുന്നു നൈന പെരുമാറിയത്. ഒടുവിൽ ഞങ്ങൾക്ക് കുട്ടിയുടെ അച്ഛനാരാന്നറിയാം എന്നവർ എഴുതിയിട്ടതും നൈനാഗന്ന ഒന്ന് ഷോക്കിംഗ് ആയി. നൈനാഗന്ന പിന്നാലെ അവരെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. പക്ഷെ കൃത്യസമയമായിരുന്നു അങ്ങോട്ടേക്ക് നൈനാഗന്നയുടെ ബോയ്ഫ്രണ്ട് വന്നെത്തുന്നത്. ബോയ്ഫ്രണ്ടും നൈനാഗന്നയും തമ്മിൽ പിണക്കത്തിലായിരുന്നു. അവിടെ വെച്ച് അവരുടെ സംസാരത്തിൽ നിന്നും കുട്ടിയുടെ അച്ഛൻ നൈനാഗന്നയുടെ ബോയ്ഫ്രണ്ട് വിക്രമാണ് എന്ന് ഞെട്ടലോടെ ടമാറയും സൈറയും തിരിച്ചറിയുന്നു. അതോടെ അനാമിക നൈനാഗന്നയല്ലെന്നും അവർക്ക് മനസ്സിലാവുകയാണ്. വിക്രമാണെങ്കിൽ അവിടെ വെച്ച് തന്നെ നൈനാഗന്നയെ മാരേജ് പ്രപ്പോസൽ ചെയ്യുകയും ചെയ്തു. രാത്രിയിൽ INA അവാർഡ്സ് നടക്കുകയാണ്. SS ആയിരുന്നു അത്തവണത്തെ അവാർഡിനർഹൻ. അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് SS മറ്റൊരു ചാനലിലെ ഉയർന്ന തസ്തികയിലുള്ള ജേർണലിസ്റ്റായ ഫയയുമായി സംസാരിക്കുകയായിരുന്നു. ഫയ ആ സമയം SS പുറകിൽ വന്ന് നിൽക്കുന്ന ഹാർലീനെ കൂടിക്കണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും അവാർഡിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷേ SS അത് തിരുത്തി. ടീം എന്ന് പറയുമ്പോ ടീം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാനൊരു വൺ മാൻ ആർമിയാണ്. അത് കേട്ടത് പിന്നിൽ നിന്ന് ഹാർലീനെ വിഷമിപ്പിച്ചിരുന്നു. പിന്നെ അവിടെ നിൽക്കാതെ ഹാർലീൻ തിരികെ പോയി. ഈ സമയമാണ് ബേ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് മുമ്പോട്ട് വന്ന ബേ ഫേയെ കാണുകയാണ്. ഫേയെ ഇഷ്ടമായിരുന്ന ബേ ഫേയോട് സംസാരിച്ചു. എന്താണ് ജേർണലിസവും ബിഗ് ബോസും തമ്മിലുള്ള വ്യത്യാസം എന്നായിരുന്നു ബേ ചോദിച്ചത്. നിന്റെ സർക്കാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പണ്ടൊക്കെ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. മൊത്തം അഭിനയം തന്നെ. സത്യജിത്തിനെ തന്നെ നോക്കിക്കോ എന്നായിരുന്നു ഫേ പറഞ്ഞത്. പിന്നാലെ നീ ആത്മാർത്ഥമായി ചോദിച്ചതാണ്. നിനക്ക് ഞാനൊരു ടിപ്പ് തരാം. യഥാർത്ഥ വാർത്തകളും ജേർണലിസവും ഒന്നും ഇപ്പോ ടിവിയിലില്ല. അത് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതും പറഞ്ഞ് ഫേ അവിടെ നിന്ന് പോയി. ബേയെ കണ്ടപ്പോ നീലബേയുടെ അടുത്തേക്ക് വന്നു. ഞാൻ അനാമികയെ കണ്ടെത്തിയെന്നും ആരാന്ന് മനസ്സിലായെന്നും ബേ പറഞ്ഞു. ആരാണ് എന്ന് നീല ചോദിച്ചപ്പോ ഒറ്റ മിനിറ്റ് കൊണ്ട് കൺഫേം ചെയ്യാം എന്ന് പറഞ്ഞ് ബേ ടമാറയെ കോൾ ചെയ്തു. പക്ഷേ ഫോൺ പിടിച്ചു വെച്ചിരിക്കുവാണല്ലോ. അവർ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ അനാമിക നൈനാഗന്നയാണെന്നും എന്നാ ഞാൻ കരുതുന്നത് എന്നും ബേ പറഞ്ഞു. പക്ഷേ നീലിന് ഈ കരുതുന്നത് ഒന്നും ശരിയാവില്ലായിരുന്നു. കൃത്യമായ തെളിവ് വേണം എന്ന് തന്നെ നീല കടുപ്പിച്ചു പറഞ്ഞു. ഞാൻ SS അല്ല. എനിക്കൊരു സ്റ്റോറി കൊടുക്കണമെങ്കിൽ അതിന് കൃത്യമായ ബാക്കപ്പ് വേണം. നമ്മൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ പുറത്ത് അത് ചെയ്യാമെന്നാണെങ്കിൽ അത് നടക്കില്ല. ഇതുകൊണ്ടാ അന്ന് ഞാൻ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എന്നും നീല് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി. ബേക്ക് അതിൽ ചെറിയ ദുഃഖം തോന്നാതിരുന്നുമില്ല. അവൾ പിന്നീട് പാർട്ടിയിൽ ഒരു ഡ്രിങ്ക് എടുത്ത് നിൽക്കുമ്പോ അവളുടെ സഹോദരൻ സമർഭായ് അവളെ കാണുവാൻ അടുത്തേക്ക് വന്നു. സമരേട്ടനെ കണ്ട് അവൾ തന്നെ ഒന്ന് ഞെട്ടിയിരുന്നു. എന്താ ഇവിടെയെന്ന് അവൾ തിരക്കി. ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാണെന്നും ഇതിന്റെ സ്പോൺസറായ തോട്ട് ടെലികോമുമായി, അതായത് മുഗൾ സാവളയുടെ കമ്പനിയുമായി ഞങ്ങൾ ഒരു ഡീൽ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നായിരുന്നു സമർ പറഞ്ഞത്. ബേ ഉടൻ പറഞ്ഞു, എന്ത് ചേട്ടാ, ഈ ഡീല് വേണ്ട. മുഗൾ സാവള ചേട്ടൻ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. മുഗൾ സാവളയെ പറ്റി വലിയൊരു ന്യൂസ് പുറത്തു വരാൻ പോകുക. എന്നെ വിശ്വസിക്ക്. അയാളുമായി അസോസിയേറ്റ് ചെയ്യരുത്. പക്ഷേ ബേയുടെ വാക്കുകൾ സമറിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഇനി നീ ഫാമിലിയാണേ. ആ സ്റ്റോറി പുറത്തു വരാതിരിക്കാൻ നോക്കുക വേണ്ടേ എന്ന തരത്തിൽ സമർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിനക്ക് തിരികെ വീട്ടിലേക്ക് വരാം. ബെല്ല ചൗധരിയായിട്ടല്ല, ബെല്ല രാജ്നാശായിട്ട്, എന്റെ അനിയത്തിയായിട്ട്. എന്ത് പറയണമെന്നറിയാതെ ബേ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അഗസ്ത്യ ചൗധരി തന്റെ പുതിയ ഗേൾഫ്രണ്ടുമായി കടന്നു വന്നത്. അത് അനീഷ മെഹ്റയല്ലേ? അത് കണ്ട് ബേ ചോദിച്ചു. സമർഭായ് പറഞ്ഞു, അതെ, അവൻ അവളെ നല്ല ചേർച്ചയാ. അവൻ മൂവ് ഓൺ ചെയ്തു. നീയും മൂവ് ഓൺ ചെയ്യാൻ നോക്ക്. അത് കണ്ട് ബേക്ക് വല്ലാതൊരു ദുഃഖം തോന്നിയിരുന്നു. എത്രയൊക്കെയാണെങ്കിലും ബേയുടെ ഉള്ളിൽ അഗസ്ത്യയോട് ഒരിഷ്ടമുണ്ടായിരുന്നു. ജീവിതത്തിൽ കടന്നുപോയ കാര്യങ്ങൾ, അഗസ്ത്യക്കൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ ബേയുടെ ഉള്ളിലേക്ക് ഓടി വന്നു. കുടിച്ച് ഏറെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടായിരുന്നു ബേ അന്ന് ആ ഫംഗ്ഷൻ വിട്ടിറങ്ങിപ്പോന്നത്. ആ ഒരു മാനസികാവസ്ഥയിൽ മദ്യലഹരിയിൽ അവൾ നടന്ന് ഒരു പ്രീമിയം ഫാഷൻ സ്റ്റോറിലേക്ക് കയറി. അവിടെ അവൾ ഒരു പ്രീമിയം ചെരുപ്പ് ട്രൈ ചെയ്തു. ആ സമയം പെട്ടെന്ന് പണ്ട് ന്യൂയോർക്കിൽ വെച്ച് ഒറ്റപ്പെട്ടെന്ന് തോന്നിയപ്പോ ഏവരും തന്നെ ശ്രദ്ധിക്കുവാൻ അവൾ ഷോപ്പ് ലിഫ്റ്റ് ചെയ്യാൻ നോക്കിയ കാര്യം അവൾ ഓർത്തു. അതുപോലെ ആ ചെരുപ്പ് മോഷ്ടിച്ചു കൊണ്ടുപോവാനും അവൾ ഒരു ശ്രമം നടത്തി. പക്ഷേ അവൾ പിടിക്കപ്പെട്ടു. കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്റെ ആ തോന്നലിൽ നിന്നുണർന്നിയവൾ സഹായത്തിന് ഓരോരുത്തരെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ആരെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഷോപ്പ് ഓണേഴ്സ് പോലീസിനെ വിളിക്കാൻ നിൽക്കുമ്പോഴാണ്
ഭാഗ്യവശാൽ അങ്ങോട്ടേക്ക് ഹാർലിൻ വന്നെത്തുന്നത്. ആ ഫാഷൻ സ്റ്റോറിന്റെ കൺട്രി ഹെഡുമായി സംസാരിച്ച ഹാർലിൻ ആ പ്രശ്നം സോൾവ് ചെയ്തു. ബേയെ രക്ഷപ്പെടുത്തി. അന്ന് ബേയെ ഡ്രോപ്പ് ചെയ്തതും ഹാർലിനായിരുന്നു. ഇറങ്ങിയപ്പോ തനിക്ക് വേണ്ടി ചെയ്തതിന് ഹാർലിനോട് ബേ നന്ദി പറഞ്ഞു. പക്ഷേ ഹാർലിൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ചെയ്തതൊന്നുമല്ല, എല്ലാത്തിലും വലുത് TRPയുടെ റേറ്റിംഗ് ആണ്, TRPയുടെ റെപ്യൂട്ടേഷൻ ആണ്. അത് നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. താൻ മുഴുവനായും ഒറ്റയ്ക്കാണെന്നും തനിക്ക് ആരുമില്ലെന്നും ആ സമയം ബേക്ക് തോന്നി. പിറ്റേന്ന് പുലർച്ചെ ബേയെ വിളിച്ചെഴുന്നേൽപ്പിക്കുവാൻ സൈറയും ടമാറയും അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷേ അവരോടും ബേ പിണക്കത്തിലായിരുന്നു. ഇന്നലെ ഒരാവശ്യം വന്ന് ബേ അവരെയൊക്കെ വിളിച്ചതാണല്ലോ, ആരും ഫോൺ എടുത്തില്ല, തങ്ങളുടെ ഫോൺ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ അവർ പറയാൻ നോക്കിയെങ്കിലും ആ ഒരു മാനസികാവസ്ഥയിൽ ബേ സൈറയോട് ദേഷ്യപ്പെട്ടു. എന്നെയൊന്ന് ബെറ്റിംഗ് എടുത്തുവരെ ഇട്ടിട്ട് പോയ ആളാ നീ ഒന്നും പറയണ്ട എന്നായിരുന്നു ബേ പറഞ്ഞത്. ബേ പിണങ്ങി നടന്നു പോകുമ്പോ ടമാറ ബേയുടെ അമ്മ തന്ന ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞ് അവളുടെ പിന്നാലെ ചെന്നു. അതൊക്കെ യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് ബേ മുമ്പോട്ട് പോയതും അല്ലെന്നും അത് ഗോൾഡ് ആണെന്നുമായിരുന്നു ടമാറ അവളോട് പറഞ്ഞത്. ദുഃഖിച്ചിരിക്കുകയായിരുന്ന സൈറ അനാമികയെ നമ്മൾ കണ്ടെത്തി എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ബേ നെട്ടലോടെ നോക്കി നിൽക്കെ ടമാറ തന്നെ പറഞ്ഞു, അത് മധുലിക സഹായാണ്. അവൾക്കെതിരെ വരുന്ന ഹരാസ്മെന്റ് വാർത്തകളും മറ്റും സൈറ തന്നെ ബേയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ബേയുടെ അമ്മ കൊടുത്ത ലിസ്റ്റിൽ നൈന ഗന്ന കഴിഞ്ഞാൽ പിന്നുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി മധുലിക സഹായായിരുന്നു. മധുലികയാണ് അനാമികയെന്ന് ഉറപ്പിച്ച ബേ മധുലിക കടത്തേക്കെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങിയ അവൾ നേരെ മധുലികയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോയി. അവരുടെ സ്റ്റൈലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ വിശ്വസിപ്പിച്ച് അയാളുടെ സഹായത്തോടെ മധുലികയുടെ വാനിറ്റി വാനിലേക്ക് എത്തി. വാതിൽ തുറന്ന് 5 മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞു. ബേയെ കണ്ടതും മധുലിക ഒന്നും തന്നെ മിണ്ടിയില്ല. തന്റെ അസിസ്റ്റന്റിനെ മധുലിക പുറത്തേക്ക് അയച്ചു. അവർ പോയതും ബേ മധുലികയെ നോക്കി ഹായ് അനാമിക എന്ന് പറഞ്ഞു. ചെറുതായി ഒന്ന് ഷോക്കായി മധുലിക അനാമികയെ നോക്കി. ശേഷം ചോദിച്ചു, സ്റ്റോറി എപ്പോഴാ ചെയ്യുന്നത്? താനൊടുവിൽ ആളെ കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു സന്തോഷത്തിൽ ബേയുടെ മുഖത്ത് ആശങ്ക കലർന്ന ഒരു ചിരി തെളിയുന്നുണ്ടായിരുന്നു. ഇനി എന്താവും സംഭവിക്കുക? തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.